ഇന്നുണ്ടല്ലോ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനുള്ളൊരു പ്രോൺസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നാളികേരപ്പാൽ ചേർത്തിട്ടുള്ള പ്രോൺസ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ മുമ്പ് ഒരെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആദ്യം ഈ ഒരു പ്രോൺസ് റെസിപ്പിയിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പ്രോൺസിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനുള്ള മസാല റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ സവാള എളുപ്പത്തിന് അങ്ങോട്ട് എടുത്തുന്നുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ വേഗം തന്നെ വഴന്നു വരും. പിന്നെ നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അതും കൂടി ഒന്ന് ഇളക്കി വഴറ്റി റെഡിയാക്കി എടുക്കാം. അതൊക്കെ വഴന്ന് വരുമ്പോൾ വേണം നമുക്ക് തക്കാളി ചെറുതായി ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തത് ചേർക്കാൻ. ഒരു മീഡിയം സൈസുള്ള തക്കാളി കേട്ടോ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് തന്നെ ഉടഞ്ഞ് റെഡിയായിട്ട് വന്നിട്ട് വേണം നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാൻ. അതിനായിട്ട് ഞാനിവിടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്തെന്ന് പറഞ്ഞ റെസിപ്പിയിലുണ്ടല്ലോ ഗരം മസാല ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഗരം മസാല ചേർക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു ചെമ്മീൻ കറിക്ക്. പിന്നെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് തന്നെ മൂപ്പിക്കണം. ഇനി ഈ മസാലയൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്ത് റെഡിയായി വരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കുക. പിന്നെ വേണം നമുക്കതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ രണ്ടാം പാൽ അത്യാവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവിടെ നമുക്ക് ചാറ് കുറച്ചധികം ആവശ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഈ ഒരു കറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹസ്ബൻഡും മക്കളും പറയായിരുന്നു നെക്സ്റ്റ് ഡേ അവർക്ക് സ്കൂളിലേക്കും പിന്നെ ആൾക്ക് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഈ ചോറും ഈ ഒരു കറിയും കൂടി മതിയെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചധികം തന്നെ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ രാത്രിയാണ് അത് ഡിന്നറിന് വേണ്ടിയാണ് അത് ഉണ്ടാക്കുന്നത്. അന്ന് കഴിച്ച് നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും അതിൽ കറിയുടെ ചാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ റെഡിയാക്കിയിട്ട് ഇവർക്കൊക്കെ കൊടുത്തയച്ചത്. പിന്നെ പ്രോൺസ് ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും. അതുകൊണ്ട് തന്നെ കറക്റ്റ് പാകമാകുമ്പോൾ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കണം. നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് അത് പകുതി ഒന്ന് അടച്ചു വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം തിളപ്പിച്ചു. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് തുറന്നിട്ട് വെള്ളമൊക്കെ വറ്റി കുറുകി പ്രോൺസൊക്കെ വെന്ത് വന്നപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പും എരിവൊക്കെ നോക്കണം. പിന്നെ നമുക്കിനി വറുത്തിടണം. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളി കുറച്ചധികം എടുത്തിട്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ടേസ്റ്റും ഫ്ലേവറൊക്കെ പോകാണ്ടിരിക്കാനായിട്ട് അപ്പം തന്നെ ഒന്ന് അടച്ചു വെക്കുക. നമ്മൾ സെർവ് ചെയ്യുന്ന നേരത്തൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട സിനിമ നെക്സ്റ്റ് സ്റ്റുഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.